ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്നത്തെ മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് ജാസ്മിനെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു സംഭവം തന്നെ ആയിരിക്കും. കാരണം തനിക്ക് ജീവന്റെ ജീവനാണ്, തനിക്ക് മറ്റാരെക്കാളും വലുതാണെന്ന് ജാസ്മിൻ വിശ്വസിച്ചിരുന്ന നമ്മുടെ ഗബ്രി കാല് മാറിയതായി ഒരു ചെറിയ സൂചനയാണ് ഇന്നത്തെ മോർണിംഗ് ടാസ്കിലൂടെ ജാസ്മിന് ലഭിച്ചത്. ജാസ്മിന്റെ ഊഴം വന്നപ്പോൾ ജാസ്മിൻ വളരെ വൃത്തിയോടുകൂടി എല്ലാ കാര്യങ്ങളും വന്ന് പറഞ്ഞു. പ്രധാനപ്പെട്ടതായിട്ട് എല്ലാവരും കരുന്ന പോലെ ഗബ്രിയെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. ഈ 45 ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് കിട്ടിയ നന്മകളും അതുപോലെ വിഷമങ്ങളും എന്തൊക്കെ പറയാം അതൊക്കെ പറയാം. അപ്പൊ അതിൽ ഗബ്രിയെ തന്നെയാണ് ഏറ്റവും വലിയ രീതിയിൽ ജാസ്മിൻ എടുത്തു പറഞ്ഞത്. ഈ ലോകത്തിൽ എനിക്ക് മറ്റാരെക്കാളും ഏറ്റവും വലുത് ഗബ്രിയാണ് എന്നുള്ളൊരു രീതിയിലേക്കൊക്കെയാണ് പറഞ്ഞൊപ്പിച്ചത്. ശേഷം ഗബ്രിയുടെ ഊഴം വന്നപ്പോൾ ഗബ്രി പറയുന്ന കാര്യങ്ങൾ കേട്ട് ഈ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരിക്കില്ലേ, അതുപോലെയാണ് ജാസ്മിൻ ഇരുന്നത്. അപ്പോൾ ഞാൻ ആരായി, പവനായി, ശവമായി എന്നൊരു രീതിയിലായിരുന്നു കേട്ടോ. വേറൊന്നുമല്ല, ജാസ്മിന് ഒരു വിലയും കൊടുക്കാതെ ഈ 45 ദിവസം ഊണിലും ഉറക്കത്തിലും നട്ടപ്പാതിരയ്ക്കും ഏത് വിഷമം വന്നാലും എന്ത് വന്നാലും ഉമ്മ വയ്ക്കാനാണെങ്കിലും കടിക്കാനാണെങ്കിലും സാന്ത്വനിപ്പിക്കാനാണെങ്കിലും എന്തൊരു അവസ്ഥയിലും ജാസ്മിനാണ് കൂടെ നിന്നത്. ഗബ്രിയുടെ കൂടെ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ ജാസ്മിൻ വിചാരിക്കുന്നത് ജാസ്മിൻ പറഞ്ഞ പോലെ തന്നെ ജാസ്മിനാണ് എല്ലാം, അവളാണ് ഇത്ര നാൾ എനിക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്തത്, അവളില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ നിൽക്കില്ലായിരുന്നു, ഇത്രയും ദിവസം അവൾ കാരണമാണ് പിടിച്ചു നിന്ന്, അങ്ങനെയൊക്കെ പറയുമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഗബ്രി പവർ ടീമിൽ എത്തിപ്പെട്ടതിനെ കുറിച്ചും അതുപോലെ ടാസ്കുകളെ കുറിച്ചും അതുപോലെ ആദ്യം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ 4 പേര് ഫ്രണ്ട്സ് ആയിരുന്നു എന്നുള്ള രീതിയിൽ നോറ, രതീഷ്, അതുപോലെ ജാസ്മിൻ, ഗബ്രി, ഞങ്ങൾ 4 നല്ല ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് ജാസ്മിൻ്റെ പേര് പറഞ്ഞു പോയി. അതല്ലാതെ ജാസ്മിനെ കുറിച്ച് ഒരു വാക്ക് പോലും മിണ്ടിയില്ല കേട്ടോ. ജാസ്മിനാണെങ്കിൽ ഇപ്പം പറയും എന്നെക്കുറിച്ച് ഇപ്പം പറയുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. എവിടെ പറയാൻ? അത് കഴിഞ്ഞപ്പോൾ ജാസ്മിന് മനസ്സിലായി ഇവൻ നൈസായിട്ട് കാല് മാറുവാണ്, ഇവൻ ഞാൻ വിചാരിച്ച പോലെ അല്ല എന്നൊരു ആദ്യമായിട്ട് ജാസ്മിൻ്റെ ഉള്ളിൽ ഇപ്പോഴാണ് ശരിക്കും ഒരു പേടി തോന്നി തുടങ്ങിയത്. ഇത്രയും നാൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ആരെന്തൊക്കെ പറഞ്ഞാലും പുറത്തുനിന്ന് വാപ്പ വിളിച്ചു പറഞ്ഞാണെങ്കിലും വൈൽഡ് കാർഡുകൾ അകത്തു എന്ന് പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും എന്തൊക്കെ കേട്ടിട്ടും ഒരു കുലുക്കമില്ലായിരുന്നു. എനിക്ക് എൻ്റെ ഗബ്രി, അവൻ വിഷമിക്കും, അവൻ എന്ത് വിചാരിക്കും, അവൻ എന്ത് ചിന്തിക്കും, അവൻ ഒറ്റപ്പെടരുത്. ഇപ്പം രശ്മിൻ വന്ന് ആര് വന്ന് ഗബ്രിയെ കുറിച്ചോളം എന്ത് ചോദിച്ചാലും ഗബ്രിക്ക് വിഷമം ഉണ്ടായിരുന്നു. ഞാൻ അവനെ പറ്റിയാണ് ചിന്തിക്കണേ. പുറത്ത് വാക്ക് കൊടുത്തിട്ട് വന്നൊരു പയ്യനെ പറ്റി പോലും ചിന്തയില്ലാതെയാണ് ഈ പറയുന്ന ഗബ്രിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്താണെങ്കിലും ഇപ്പം മതിയും കൊതിയും കിട്ടുകയാണ്, എല്ലാം ഏകദേശം ജാസ്മിന് മനസ്സിലായിട്ടുണ്ട്.